ചേട്ടാ, അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണത്തിന് ശേഷം ഇപ്പോഴത്തെ വീണ്ടും അതുപോലൊരു മരണം ആവർത്തിച്ചിരിക്കുകയാണ്. ബംഗളൂരിൽ മലയാളി നേഴ്സിംഗ് വിദ്യാർത്ഥി ആദിത്യൻ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഇതാണ് സംഭവം. ഇതിൽ ഈ ആദിത്യന്റെ കുടുംബം പ്രധാനമായും ആദിത്യന്റെ ഒരു അധ്യാപകന് നേരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. ഈ ആദിത്യൻ മരിക്കുന്നതിന് ഏകദേശം 20 ദിവസം മുന്നേ നടന്ന ഒരു സംഭവമാണ് പ്രധാനമായും ആ പിതാവ് ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉച്ചയോടുകൂടിയാണ് ബംഗളൂരിലെ BTL നഴ്സിംഗ് കോളേജ്, ബൊമ്മസാന്ദ്രയിലാണ് ഈ മെഡിക്കൽ നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ഹോസ്റ്റൽ കെട്ടിടത്തിലെ ജിം സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മുറിയിലാണ് ആദിത്യൻ എന്ന് പറയുന്ന 19 വയസ്സുകാരനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ കുടുംബം അതിഗുരുതരമായ ഒരുപാട് ആരോപണങ്ങളാണ് ഈ കോളേജിലെ അധ്യാപകനായ സന്ദീപ് പാണ്ഡെ, അതോടൊപ്പം തന്നെ ആ കോളേജിലെ മറ്റ് അധ്യാപകർക്കെതിരെയൊക്കെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഈ കുടുംബം ഉന്നയിക്കുന്നത്. നമുക്ക് മുൻപിൽ മറ്റൊരു സംഭവം കൂടി. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ സ്വാശ്രയ ഡെന്റൽ കോളേജിൻ്റെ മുകളിൽ നിന്ന് ചാടി തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശിയായിട്ടുള്ള നിതിൻ രാജ് കൊല്ലപ്പെട്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുമ്പോഴാണ് സമാന രീതിയിൽ തന്നെ ഒരു അക്കാദമിക് കേന്ദ്രത്തിൽ ഒരു വിദ്യാർത്ഥി തന്നെ, സമാന പ്രായത്തിലുള്ള ഒരു വിദ്യാർത്ഥി തന്നെ ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത ഒരു സംഭവം. ഇത് ആത്മഹത്യയാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അപായപ്പെടുത്തിയതാണോ എന്നുള്ള സംശയങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യ തന്നെയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ കുടുംബം പറയുന്നത് കഴിഞ്ഞ കുറേയധികം നാളുകളായി ഈ ആദിത്യൻ ആ ഒരു കോളേജിൽ നേരിട്ട് വന്ന കടുത്ത മാനസിക പീഡനം എന്ന് പറയുമ്പോൾ ഈ ബംഗളൂരിലെ നഴ്സിംഗ് കോളേജുകൾ, അതോടൊപ്പം തന്നെ മറ്റ് അക്കാദമിക് കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ മലയാളികളായ വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. പരമാവധി വീട്ടിൽ നിന്ന് മാറി ഒരു നമ്മുടെ കേരളത്തിൻ്റെ സമാനമായ ഭക്ഷണങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു സ്ഥലമാണ് ബാംഗ്ലൂർ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മൊത്തം പോപ്പുലേഷനിൽ ഒരു 2% വരും ഈ മലയാളി വിദ്യാർത്ഥികൾ ബംഗളൂരുവിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾ. അപ്പോൾ ഇവിടെയുള്ള കോളേജുകളിലെ മെറിറ്റ് സീറ്റിൽ തന്നെ വലിയ മത്സരമാണ്. അപ്പോൾ അവിടെ പ്രവേശനം സാധ്യമല്ലാത്ത സാഹചര്യത്തിലാണ് ബംഗളൂരു പോലുള്ള സംസ്ഥാനങ്ങളിലേക്ക് നമ്മുടെ കുട്ടികൾ ഉപരിപഠനത്തിനായിട്ട് പോകുന്നത്. പക്ഷേ അവിടെ അവർ സുരക്ഷിതരല്ല എന്നുള്ളത് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ബംഗളൂരു നഗരം എന്ന് പറയുമ്പോൾ നമ്മൾ മുൻപ് പല ചർച്ചകളിലും ഉൾപ്പെടുത്തിയാണ് അവിടുത്തെ ലഹരിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ ഒരു മരണത്തിലും ലഹരിയുടെ കറുത്ത കൈകൾ ഇതിനു പിന്നിലും മറഞ്ഞിരിക്കുന്നുണ്ടോ എന്നത് തീർച്ചയായിട്ടും സത്യത്തിന് മുന്നിൽ വെളിപ്പെടുത്തേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈ ആദിത്യൻ അവിടെ 2ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഈ കോളേജിൽ ഈ ആദിത്യനോടൊപ്പം ഒരേ ഹോസ്റ്റൽ മുറിയിൽ താമസിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ലഹരി ഉപയോഗം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ കോളേജ് അധികൃതർ ആ ഒരു വിദ്യാർത്ഥികളെ പിന്നീട് അവരെ ശിക്ഷാ നടപടികളുടെ ഭാഗമായിട്ട് മാറ്റി നിർത്തിയിരുന്നു. എന്നാൽ ഈ ഒരു പുതിയ അക്കാദമിക് വർഷത്തിൽ അവിടെ അഡ്മിഷൻ തേടിയെത്തിയ പുതിയ ബാച്ചിലെ വിദ്യാർത്ഥികളിൽ ചിലർ ഈ ആദിത്യനോടൊപ്പം ആ ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്നു. ഇവരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഈ ആദിത്യൻ ലഹരി ഉപയോഗിക്കുമായിരുന്നു, ഈ ലഹരി ഉപയോഗത്തിൻ്റെ മെയിൻ ആളാണ് ആദിത്യൻ എന്നൊക്കെ ഇയാളെ കുറ്റപ്പെടുത്തി ഈ കോളേജിലെ അധ്യാപകനായ ഈ പറയപ്പെടുന്ന വ്യക്തി തന്നെ ആരോപിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. നമ്മുടെ ബംഗളൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗം തന്നെയാണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ കൈ അകലത്തിലല്ല, അവർ ലഹരി ഉപയോഗിക്കില്ല എന്നുള്ളത് നമ്മുടെ മക്കളെക്കുറിച്ചുള്ള അമിതമായിട്ടുള്ള ആത്മവിശ്വാസം മാത്രമാണ്. എന്നാൽ നമ്മുടെ പരിധിക്കപ്പുറത്തേക്ക്, നമ്മുടെ കൈ അകലത്തിൽ നിന്ന് മറ്റൊരു ലോകത്തിലേക്ക് പറിച്ച് നടപ്പെടുന്ന കുട്ടികൾ ഇത്തരത്തിൽ ലഹരി ഉപയോഗത്തിന് പിന്നാലെ പോകില്ല എന്നുള്ളത് മാതാപിതാക്കളുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ആദ്യത്തിന് അങ്ങനെ പോയിട്ടുണ്ട് എന്നാൽ അല്ല നമ്മൾ പറയുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ ഈ ബംഗളൂരിൽ നിന്ന് തന്നെ നമുക്ക് മുന്നിലുണ്ട്. കാരണം എന്ന് പറയുന്നത് മറ്റൊരു സംസ്ഥാനമാണ്. അവിടെ നമ്മൾ അവരെ സംരക്ഷിച്ച് വന്നതുപോലെയല്ല അവരുടെ പിന്നീടുള്ള ജീവിതമെന്ന് പറയുന്നത്. അവിടെ ഒരുപക്ഷെ മാതാപിതാക്കളുടെ സ്വപ്നമായിരിക്കാം, ആ സ്വപ്നത്തിന് പിന്നാലെ വിട്ട് പഠിപ്പിക്കുന്ന മക്കൾ അവിടെ പഠനം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോൾ ഒരുപാട് കടമ്പകൾ ഈ ഒരു സംസ്ഥാനങ്ങളിൽ നേരിടണം. നമ്മുടെ പണ്ട് ആവേശം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം ഈ ബംഗളൂരിലേക്കുള്ള പഠനത്തിനായി ഒരുപാട് വിദ്യാർത്ഥികൾ പോകുന്നുണ്ടായിരുന്നു. ആവേശം എന്ന് പറയുന്നത് അത്ര മനോഹരമായിട്ട്, അത്ര മാതൃകാപരമായ ഒരു സന്ദേശം നൽകുന്ന ഒരു സിനിമയല്ല. ബംഗളൂരുവിലേക്ക് പഠനാവശ്യത്തിനായിട്ട് പോകുന്ന വിദ്യാർത്ഥികൾ അവിടെ അവരുടെ ജീവിതം ആഘോഷിക്കുന്ന ഒരു ഇതിവൃത്തമാണ് ആ സിനിമയുടെ കഥാതന്തു എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ജീവിതം സ്വപ്നം കണ്ടാണ് ഈ ബംഗളൂരിലേക്ക് വിദ്യാർത്ഥികൾ ഏറിയ പങ്കും പറിച്ചു നടപ്പെടുന്നത്. അവിടെ ലഹരിയുടെ വലിയൊരു ലോകമാണ് അവിടെ അവർക്ക് മുന്നിൽ തുറന്ന് കിട്ടുന്നത്. അത് പരമാവധി എൻജോയ് ചെയ്താണ് അവർ അവിടെ ജീവിക്കുന്നത്. പലരും പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വരും. നമ്മളെ കണ്ണൂരിൽ ഈ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായത്, അമ്മയെ മകൻ വീട്ടിൽ വെച്ച് കൊലപ്പെടുത്തുന്ന സംഭവത്തിലും ലഹരി തന്നെയായിരുന്നു. ബംഗളൂരിൽ പഠനത്തിന് പോയ ആ ഒരു യുവാവ് അവിടെ പഠനം പൂർത്തിയാക്കാതെ തിരിച്ചു വന്ന് മാതാവിനെ കൊലപ്പെടുത്തിയ ഒരു സംഭവം കേരളത്തെ ആകെ ഞെട്ടിച്ചതാണ്. പക്ഷേ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ ബംഗളൂരു എന്ന് പറയുന്ന നഗരത്തിലെ ലഹരിയുടെ
വലയത്തിനുള്ളിലേക്കാണ് നമ്മുടെ കുട്ടികളെ പറഞ്ഞു വിടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ജാഗ്രത മാതാപിതാക്കൾ എന്ന രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടത്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ നിരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളൊരു ബോധ്യം അവനുണ്ടായാൽ അതൊരു ഇൻസെക്യൂരിറ്റിയാണ്. അതില്ലാതെ തന്നെ മക്കളെ നിയന്ത്രിച്ച് നിർത്തുക എന്നതാണ് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത്. ഇപ്പോൾ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ ആ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പ്രതിസ്ഥാനത്ത് ആരോപണ വിധേയനായ ഒരു അധ്യാപകനാണ് BL റാം എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ്. ഇതുവരെ പോലീസിന് ഈ കേരളത്തിലെ നിയമ സംവിധാനങ്ങൾക്ക് ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ആന്ധ്രാപ്രദേശിൽ അടക്കം വ്യാപകമായിട്ടുള്ള തെരച്ചിലുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇയാൾ ഇപ്പോഴും നിയമത്തിന് മുന്നിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയാണ്. ഇവിടെ നിതിൻ രാജിനെ ജാതീയമായിട്ട് അധിക്ഷേപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇയാളുടെ അച്ഛൻ്റെ തൊഴിലിൻ്റെ പേര് പറഞ്ഞടക്കം ഈ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് പരിഹാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കേസിൽ 2 അധ്യാപകരെയാണ് പോലീസ് ആരോപണം നേരിട്ട 2 അധ്യാപകരെയാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അതിൽ ഒരു സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന ഒരു അധ്യാപിക, അതോടൊപ്പം തന്നെ ഈ BL റാം, ഇദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ്. ഈ സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന മറ്റൊരു അധ്യാപിക തലശ്ശേരി സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നേടി ഇപ്പോൾ പുറത്താണ്. എന്തായാലും ഇത്തരത്തിലുള്ള വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് ബംഗളൂരുവിൽ നിന്ന് ഇത്തരത്തിലുള്ള ദാരുണമായ മറ്റൊരു വാർത്ത വരുന്നത്. ബംഗളൂരിലെ പോലീസ് എന്ന് പറയുന്ന ഒരു കുത്തഴിഞ്ഞ സംവിധാനമാണ്. അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവർക്ക് തന്നെ നിലയ്ക്ക് നിർത്താൻ സാധിക്കാത്ത ഒരു സംവിധാനമാണ് ബംഗളൂരു പോലീസ് എന്ന് പറയുന്നത്. അവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു സംഭവം കൂടി പറയാം. കഴിഞ്ഞ ഏതാനും നാളുകൾക്ക് മുൻപ് 2025 ഡിസംബറിൽ അവിടെ ഈ ബംഗളൂരു എന്ന് പറയുന്നത് ലഹരിയുടെ ഒരു ഹബ്ബാണ്. ഈ ഹബ്ബായ ബംഗളൂരുവിൽ മുംബൈയിൽ നിന്ന് ഈ ലഹരി വിരുദ്ധ സേന എത്തി 21 കിലോഗ്രാമോളം മെഫോഡ്രാം എന്ന് പറയുന്ന ഒരു നിരോധിത ലഹരി മരുന്ന് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ പോലും മനസ്സിലാക്കാത്ത, സംസ്ഥാനത്തിനകത്ത് നടക്കുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു പോലീസ് സംവിധാനമാണ് അവിടെയുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഈ വിദ്യാർത്ഥിയുടെ മരണത്തിലും സുതാര്യമായൊരു അന്വേഷണം ലഭിക്കും, സുതാര്യമായൊരു അന്വേഷണം ഈ ഒരു കാര്യത്തിലും ലഭ്യമാകുമെന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. എന്തായാലും ദാരുണമായ മരണമാണ്. ഇക്കാര്യത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ലഹരി ഉപയോഗിക്കാത്ത ഒരാളാണെങ്കിൽ പോലും ഇത്തരത്തിലൊരു വലയത്തിൽ ഏർപ്പെട്ടാൽ ഇവരെ മാറ്റി നിർത്തി ഇവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വിദ്യാർത്ഥികൾക്കെതിരെ ഇത് ഉപയോഗിക്കാത്ത ആളുകളെ പരമാവധി കണ്ണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷെ അതിനും അപ്പുറം അവർ ചേരേണ്ടത് അവരുടെ കൂടി ആവശ്യമാണ്. കാരണം ഇവരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് അധ്യാപകർക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ പറഞ്ഞു കൊടുക്കുമോ എന്ന ഭയമൊക്കെ ഇത്തരത്തിൽ അവരെ ലഹരിയുടെ വഴിയിലേക്ക് പ്രലോഭിപ്പിക്കാൻ ഇവരുടെ കാരണങ്ങളാണ്. പക്ഷേ ഈ ഒരു ആദിത്യൻ്റെ മരണത്തിൽ ഇത്തരത്തിൽ മറ്റാരുടെയെങ്കിലും കുട്ടികളുടെ, അതായത് ഇയാളുടെ ഹോസ്റ്റലിൽ ഇയാളോടൊപ്പം താമസിച്ചിരുന്ന കുട്ടികളുടെ ആരുടെയെങ്കിലും പങ്ക് ഈ ഒരു മരണത്തിലുണ്ടോ എന്ന് തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ മരണത്തിന് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വീട്ടിൽ വിളിച്ച് സംസാരിച്ചു. വിഷുവിന് നാട്ടിലേക്ക് എത്തിയ ഒരു വിദ്യാർത്ഥിയാണ്. അതിനുശേഷം അങ്ങോട്ടേക്ക് പോകുന്നു. മരണത്തിന് തൊട്ടു മുമ്പും അമ്മയോട് വിളിച്ച് സംസാരിച്ച ആദിത്യൻ പിന്നീട് അന്നേ ദിവസം കോളേജിൽ പോകാതെ ഹോസ്റ്റൽ മുറിയിൽ തന്നെ തങ്ങുന്നു. പിന്നീട് സഹപാഠികളോട് പറയുന്നു താനും കോളേജിലേക്ക് വരുന്നുണ്ടെന്ന്. പിന്നീട് ഈ ഹോസ്റ്റൽ മുറിയിലെ സുഹൃത്തുക്കൾ വന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ ഹോസ്റ്റൽ മുറിയോട് ചേർന്നുള്ള ജിമ്മിലെ സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന മുറിയിൽ ആദിത്യൻ തൂങ്ങി നിൽക്കുന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കോളേജ് അധികൃതർ മാതാപിതാക്കളെ ഈ ഒരു അപകട വിവരം അറിയിക്കാൻ തന്നെ വലിയ അലംഭാവം കാട്ടി എന്നൊക്കെ ആരോപണങ്ങൾ വരുന്നുണ്ട്. ഈ കോളേജിലെ പ്രിൻസിപ്പൽ തന്നെ വിളിച്ചിട്ടും ഒരു ഉത്തരവാദിത്തമില്ലാത്ത സമീപനമാണ് ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നടക്കം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സന്ദീപ് പാണ്ഡെ എന്ന് പറയുന്ന അധ്യാപകൻ ഈ ഒരു വിഷയത്തിൽ ആരോപണ വിധേയനാണ്. അപ്പോൾ സുതാര്യമായിട്ടുള്ളൊരു അന്വേഷണം തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ നടക്കണം. തീർച്ചയായിട്ടും അവിടെ മലയാളി വിദ്യാർത്ഥികൾ ഏറ്റവും അധികം പഠിക്കുന്ന ഒരു അയൽ സംസ്ഥാനം എന്ന നിലയിൽ ധാരാളം നഴ്സിംഗ് കോളേജുകളാണ് ബംഗളൂരുവിലുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ റാഗിംഗ് ആയിരുന്നു മറ്റൊരു വിഷയമെങ്കിൽ ഇപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. എന്തായാലും ആദിത്യൻ്റെ ജീവനും നീതി കിട്ടട്ടെ എന്ന് മാത്രം പറയാം. ശരി.